السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം തൃക്കരിപ്പൂർ ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം വസിക്കുന്ന നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ഈ മണ്ണ്, മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കണ്ടും കേട്ടും ഇതിനോട് പ്രതികരിച്ചും ജീവിക്കുക എന്നതാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. നമുക്ക് ആരോടും ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും അനർത്ഥമായ ഒരു ജീവിതമാണ്. ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളും ആശകളും ആശങ്കകളും കേരള മുസ്ലിം ജമാഅത്ത് അഭിമുഖീകരിക്കുകയും അഡ്രസ് ചെയ്യുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. സാമൂഹികമായ നവോത്ഥാനവും ആദർശപരമായ കരുത്തും വളർച്ചയും മുൻനിർത്തിക്കൊണ്ടുള്ള സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്കാണ് ഒരു നൂറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകിയത്. ധിഷണാശാലികളും പ്രതിഭാധനരുമായ കരുത്തുറ്റ പണ്ഡിത നേതൃത്വം അവരുടെ ജീവിതത്തിൻ്റെ അഖില സമയവും നീക്കിവച്ചതും ഈ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഉമ്മത്തിൻ്റെ വളർച്ചയ്ക്കും ഈ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾക്കും സുസ്ഥിരമായ നിലനിൽപ്പിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സമകാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന, സമൂഹം ആവശ്യപ്പെടുന്ന, നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കാതിരിക്കാൻ പറ്റില്ല. സാമൂഹികമായി നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്, ഈ ദൗത്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതാവശ്യത്തിന്റെ ഭാഗമാണ് അവരുടെ വെള്ളവും അവരുടെ വെളിച്ചവും അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും എല്ലാം എങ്കിൽ, അതേപോലെ മനുഷ്യരുടെ ജീവിതാവശ്യമാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സമകാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ? ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഇതൊരു രാജ്യമെന്നതിലുപരി ഒരാശയമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർന്ന് നിൽക്കുകയും മതവിഭാഗത്തിന്റെ ഭാഗമായി അത് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ, ഇന്ത്യയിലെ പൗരന്മാരിൽ മറ്റു ചിലർ പ്രത്യേകമായി ഒരു മതവിഭാഗത്തോടും താല്പര്യപ്പെടാതെ സ്വതന്ത്രമായ ചിന്തയിലൂടെ
അവർക്ക് ശരിയാണെന്ന് രൂപപ്പെട്ട ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. മതമുള്ളവരും മതമില്ലാത്തവരും ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിലാണ്. ഈ മനുഷ്യർക്കിടയിലുള്ള മാനവികമായ ഐക്യവും സാഹോദര്യവുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരുമ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഈ ഒരുമയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്തുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അടക്കമുള്ള രാഷ്ട്രത്തിന്റെ നായകന്മാരും ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒട്ടനേകം ആളുകൾ അവർ ജീവൻ അർപ്പിച്ചതും അവരുടെ ജീവിതം മാറ്റിവെച്ചതും യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന ഒരുമയുടെ, സൗഹാർദ്ദത്തിന്റെ, ബഹുസ്വരതയുടെ, മാനവികമായ ഐക്യത്തിന്റെ ഈ ആശയം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ജാഗ്രത എല്ലാ കാലത്തും അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് നാം കരുതേണ്ടതുണ്ട്. രാഷ്ട്രപിതാവായി ഗാന്ധിജി മതവിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദത്തിനും മാനവികമായ ഐക്യത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ നശിപ്പിക്കുകയും ഇന്ത്യയിലെ മതേതര സ്വഭാവത്തെയും മാനവികമായ ഐക്യത്തെയും അത് നശിച്ചു കാണണമെന്നും അത് തീർന്നു പോകണമെന്നും അതില്ലാതെയായി ഇന്ത്യ ഏതെങ്കിലും ഹിന്ദുത്വ എന്ന നിഗൂഢമായ ഒരാശയത്തിന്റെ, ഒരു താല്പര്യത്തിന്റെ ചട്ടുകമായി രാജ്യത്തെ മാറ്റി പണിയണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട, മാനവികമായ ഐക്യത്തിനും മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ട ഗാന്ധിജിക്ക് നേരെ വെടിവെച്ചത് എന്ന് ഇന്ത്യയിലെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ എന്ന ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും നമുക്കറിയാവുന്നതുപോലെ വൈവിധ്യമാണ്, ബഹുസ്വരതയാണ്. ഒരു പൂന്തോട്ടത്തിലെ വൈവിധ്യമുള്ള പൂക്കൾ, ആ പൂക്കളുടെ സൗന്ദര്യമാണ് പൂന്തോട്ടത്തെ കൂടുതൽ ജ്വലിപ്പിക്കുകയും കൂടുതൽ സൗന്ദര്യമുള്ളതാക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഒരേ ഭാഷ, ഒരേ വേഷം, ഒരേ ഭക്ഷണം, ഒരേ സംസ്കാരം, ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാം ഒന്ന് എന്ന രീതിയിൽ ഒന്നിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഒന്നിലേക്ക് ചുരുങ്ങുകയും അതോടൊപ്പം ബഹുസ്വരത, ബഹുത്വത്തെ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണർത്തുന്ന തരത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ രാജ്യത്ത് മുൻപും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ 24-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് 144 കോടി മനുഷ്യർക്ക് ഇന്ത്യയിൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും മാനവികമായ സൗഹാർദ്ദത്തിൽ ഊന്നിയ രാഷ്ട്രീയമെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ബഹുസ്വരതയ്ക്ക് അടിത്തറ പാകുകയും ആ ബഹുസ്വരത നിലനിർത്തുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ രാഷ്ട്രീയം നിലനിൽക്കുന്നതിന് പകരം ഹിന്ദുത്വയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങിപ്പുറപ്പെട്ട രാജ്യദ്രോഹികളും ഇസ്ലാം വിരുദ്ധരുമായ ഭീകരവാദികളായി മനുഷ്യർക്ക് നേരെ മതം നോക്കി, മതത്തിന്റെ പേര് ചോദിച്ച് മതം ഏതാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് വെടിവെച്ചു എന്ന് പറയുന്ന ഇത്തരം ദ്രോഹികൾ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കുകയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്ത തീവ്ര സ്വഭാവമുള്ള സംഘങ്ങൾ, വ്യക്തികൾ, അവരുടേതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്ത്, നമ്മുടെ രാജ്യത്ത് മുൻപും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയാം, ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഗാന്ധിജിയെ കൊന്നത്, അത് യഥാർത്ഥത്തിൽ ആ ഗാന്ധിജിയെ കൊന്ന ആളുടെ മതം നോക്കിയിട്ട് ഹിന്ദു മതത്തിന് വേണ്ടിയാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരും പറയാറില്ല. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അടക്കം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരടക്കം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അവരെ കൊന്നത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയാണ് എന്നും അങ്ങനെ മതപരമായ വർഗീയതയും മതപരമായ ഭീകരത പ്രവർത്തനവുമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരും പറയുകയില്ല, വിശ്വസിക്കുകയുമില്ല.
അതേ സ്ഥാനത്ത് ഭീകരപ്രവർത്തനങ്ങൾ, ഭീകരവാദങ്ങളും അതുപോലെയുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട്. 2002 ഗാന്ധിജിയുടെ നാടായ ഗുജറാത്തിൽ വംശഹത്യ നടന്നത്. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും താമസിക്കുന്ന കൃത്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയുടെ ജാഗ്രത രാഷ്ട്രീയത്തെക്കുറിച്ചും കൃത്യമായ വിചാരമുള്ള എല്ലാവരും തുറന്നു പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വംശഹത്യയാണ്, കൂട്ടഹത്യയാണ് യഥാർത്ഥത്തിൽ 2002 ഗുജറാത്തിൽ അരങ്ങേറിയത് എന്നാണ്. 1000-ലധികം ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു. അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും ഈ വംശഹത്യ നേതൃത്വം നൽകിയതും ഒരു മതവിഭാഗത്തിൽ ജീവിക്കുന്നവരാണ്. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ഹിന്ദുമതം തീവ്രവാദത്തിന് വേണ്ടിയും ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയും നിലകൊള്ളുന്നതാണ് എന്നും ഹിന്ദുമതം ഭീകരതയുടെ മതമാണ് എന്നും മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ആരും പറയില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അത് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയമാണ് എന്ന് നമുക്കറിയാം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ലോകരാജ്യത്തെ രാഷ്ട്രീയ നായകന്മാരടക്കം ഭരണാധികാരികളടക്കം ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ഇന്ത്യയുടെ അഖണ്ഡതക്കും ജനാധിപത്യത്തിനും മതേതര മൂല്യങ്ങൾക്കും തീരാ കളങ്കം സൃഷ്ടിച്ച ഒരു ദുഷ്പ്രവർത്തനമാണ്, ഒരു കാട്ടാളത്തമാണ്, ഒരു കടന്നാക്രമണമാണ്, ഭീകരപ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ പതനത്തിലൂടെ സംഭവിച്ചത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ വ്യസനവും പ്രയാസവും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത ഒരു പള്ളി, അത് ഒരു കൂട്ടം അക്രമികൾ കൂട്ടമായി ചേർന്നുകൊണ്ട് അത് ഇടിച്ച് തകർക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ഒരു പള്ളി, അള്ളാഹുവിന്റെ ഒരു പള്ളി തകർക്കപ്പെട്ടു എന്നതിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തത്. നമ്മുടെ രാജ്യത്തിന്റെ മതേതര സാഹോദര്യ ജനാധിപത്യ ആ ബഹുസ്വരതയുടെ മൂല്യങ്ങളാണല്ലോ തകർന്നു പോകുന്നത് എന്നതിന്റെ പേരിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള എല്ലാവരും ആശങ്കപ്പെട്ടത്. വരുന്നത് നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ പല സന്ദർഭങ്ങളിൽ, പക്ഷേ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ മതം ഏതാണ് എന്ന് നോക്കി ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുകയും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി അവരെ ആൾക്കൂട്ട കൊല നടത്തുകയും അവർക്കെതിരെ അക്രമികൾ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തരം അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അർത്ഥമുള്ള മൗനം പോലും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെയാണ് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ ജാഗ്രത വേണ്ടത്. നമുക്ക് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിലും അതുപോലെയുള്ള പ്രശ്നങ്ങളിലും ഭീകരപ്രവർത്തനങ്ങളിലുമൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വഖഫുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ മുസ്ലിം ഉമ്മത്തിനുണ്ട്. വഖഫ് എന്നത് നമുക്കറിയാം, മതം പഠിച്ച എല്ലാവർക്കും അറിയാം. ഒരു സ്വാഭാവികമായി മതത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം, വഖഫ് അതൊരു കൈരാതമല്ല, അതൊരു കടന്നാക്രമണമല്ല, അത് ആരുടെയും ഏതെങ്കിലും സ്വത്തോ സമ്പത്തോ കയ്യേറ്റം നടത്തിക്കൊണ്ട് അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാനുള്ള ഒരു ഔദ്യോഗിക പരിപാടിയല്ല വഖഫ് എന്ന് പറയുന്നത്. എന്റെ സ്വന്തം ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു പോലും എനിക്ക് അവളുടെ സമ്മതവും അറിവും അവളെ ഏൽപ്പിക്കാതെയും വഖഫ് ഇല്ല എങ്കിൽ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പുവരുത്തുന്ന സാമൂഹികമായ സുഹൃതമാണ് യഥാർത്ഥത്തിൽ സമുദായത്തിന്റെ ഉന്നതിയും ഔന്നിത്യവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു സാമൂഹിക പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വഖഫിനെ ഒരു ജിഹാദായിട്ടാണ് ഇന്ന് പല ആളുകളും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് മുസ്ലിങ്ങൾ അവർ മറ്റുള്ളവർ കയ്യേറിക്കൊണ്ട് മറ്റാരുടേതോ പ്രത്യേകിച്ചും മറ്റു സമുദായങ്ങളുടേത് കയ്യേറിക്കൊണ്ട് അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതൊരു ജിഹാദിന്റെ പരിപാടിയാണ്, ഒരു ജിഹാദിന്റെ പ്രോപ്പഗണ്ടയാണ് എന്ന തരത്തിൽ വഖഫിനെ പോലും സുതാര്യവും സത്യസന്ധവുമായ ഈ ഒരു ഇബാദത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ഘട്ടത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരു സഭകളിലുമായി പാസാക്കുകയും അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് ഇപ്പോൾ നിയമമായി നിലനിൽക്കുകയും വളരെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു കാര്യം സന്ദർഭോചിതമായി പറയേണ്ടത് സുപ്രീം കോടതി, നമ്മുടെ പരമോന്നത കോടതി അതിന് സ്റ്റേ ചെയ്തു എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നതാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഒരു പ്രത്യേക തരത്തിലുള്ള അപരവൽക്കരണവും ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയേറെ ആശങ്കകൾ നമുക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വഖഫ് ഒരിക്കലും അതൊരു ഭീകര പ്രവർത്തനമല്ല എന്ന് അറിയുന്നവർ പോലും യഥാർത്ഥത്തിൽ അതിനെതിരെയുള്ള ഒരു പ്രത്യേക പദ്ധതി എന്ന രീതിയിൽ തന്നെ ദുഷ്പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലാൽ നമുക്കറിയാം, അത് ഏറ്റവും സുവ്യക്തമായ ഒരു ആശയമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ കഴിക്കുന്ന ആഹാരങ്ങളിലും ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും തന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വൈയക്തികവും കുടുംബപരവും സാമൂഹികവും എല്ലാ മേഖലയിലും മുസ്ലിമിന് നിഷിദ്ധവും അനുവദനീയവും എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. അതിൽ നിന്ന് ഹലാലിന്റെ അപ്പുറത്തേക്ക്, അനുവദിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അതിർവരമ്പാണ് യഥാർത്ഥത്തിൽ ഹറാം എന്ന് പറയുന്നത്. എന്നാൽ ഈ അതിർവരമ്പ് മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആ ഒരു അതിർവരമ്പ്, ആ ഒരു പരിധി, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മുസ്ലിമിന്റെ ജീവിതം വന്നത്. മാംസം, അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസം മുസ്ലിമിന് അത് അനുവദിക്കപ്പെടണമെങ്കിൽ ശർഈയായ മതപരമായ രൂപത്തിൽ, മതപരമായ ചടങ്ങിൽ അതിന്റെ അറവ് നടത്തണമെന്ന ലളിതമായ ലോജിക്കും ലളിതമായ അറിവും ഇല്ലാത്തവരല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ നേർച്ച നടത്താറുണ്ട്, അവര് നേർച്ചയിൽ ഭക്ഷണം വിളമ്പാറുണ്ട്, വലിയ അളവിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാ ആളുകൾക്കും അത് വിതരണം ചെയ്യാറുണ്ട്. അതൊരു പ്രത്യേക ബർക്കത്തുള്ള, പുണ്യമുള്ള ഒരു ഭക്ഷണമാണ് എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ചും മലബാറിലെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കൊപ്പം പരിസരങ്ങളിൽ ജീവിക്കുന്ന, അയൽപ്പക്കത്ത് ചേർന്ന് നിൽക്കുന്ന എല്ലാ മുസ്ലിം അല്ലാത്തവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു നേർച്ചയുടെ ഭാഗമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ച് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് സാത്വികനായ ഒരു മഹൽ വ്യക്തിത്വം അതിലേക്ക് മന്ത്രിച്ചൂതിയപ്പോൾ അതൊരു അഭിമാനമായി കണ്ട ഏതോ ഒരു വിശ്വാസി അതിന്റെ സ്റ്റില്ലും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ തുപ്പിയ ഭക്ഷണമാണ് മാപ്പിളമാർ ഹലാൽ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അശ്ലീലവും അസഹിഷ്ണുതാപരവുമായ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാടിന്റെ ഐക്യവും ഈ നാടിന്റെ ബഹുസ്വരതയും തകർക്കുന്നതിന് വേണ്ടി നിരുത്തരവാദമായ പ്രവർത്തനം നടത്തിയത് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലീഡറായിരുന്നു. നമ്മൾ വിചാരിക്കും ഇതെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണല്ലോ, ഇതൊരു പച്ച നുണയാണല്ലോ. യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് സത്യം കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നത് അവിതർക്കിതമായ ഒരു ആശയമാണ്. സൈദ്ധാന്തികർ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ മതം നോക്കിയിട്ട്, അവരുടെ ഭാഷ നോക്കിയിട്ട്, അവരുടെ ദേശം നോക്കിയിട്ട് അവരെ പരസ്പരം പോരടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒറ്റയടിക്കൊരു യുദ്ധമുണ്ടാകുക എന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു യുദ്ധഭീതിയിലാണ് നമ്മുടെ രാജ്യമുള്ളത്. പഹൽഗാമാനന്തരം നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 13 ലക്ഷം സൈനികരും 40 ലക്ഷം അർദ്ധ സൈനികരും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കാൻ ഉത്തരവാദിത്വമുള്ള വലിയൊരു സൈനിക വ്യൂഹം നമുക്കുണ്ട്. 61.80 വരുമാനത്തിന്റെ ലക്ഷം കോടി രൂപ വരുമാനത്തിന്റെ വലിയൊരു വിഹിതം പ്രതിരോധത്തിന് വേണ്ടി പ്രതിവർഷം നീക്കിവെക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അത്രമേൽ പ്രതിരോധത്തിന് വേണ്ടി വലിയൊരു സമ്പാദ്യം നീക്കിവെക്കുകയും 13 ലക്ഷം സൈനികരും 40 ലക്ഷം അർദ്ധ സൈനികരും ഈ രാജ്യത്തിന്റെ അതിർത്തിയും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും സെലക്റ്റീവായ കണ്ണായ ഒരു സ്ഥലത്ത് സുഖവാസത്തിനും സ്വൈര ജീവിതത്തിനും വേണ്ടി ആളുകൾ സന്തോഷത്തിന് വേണ്ടി, പ്രത്യേകിച്ചും കപ്പിൾസും കുടുംബങ്ങളും വന്ന് സുഖവാസത്തിന് വേണ്ടി താമസിക്കുകയും വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുതാര്യവും വളരെയേറെ സവിശേഷതയുമുള്ള ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഭീകര പ്രവർത്തനം നടന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരെവിടെയായിരുന്നു?
നമ്മുടെ പ്രതിരോധ പ്രവർത്തനം എവിടെയായിരുന്നു? ഈ തകർന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനർത്ഥമായ ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഈ ദാരിദ്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നതിന് പകരം, അത് ജനാധിപത്യ വിശ്വാസിയുടെ ഒരു ബാധ്യതയാണ്. അതിനു പകരം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഭീകരതയുമായി കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ അസഹിഷ്ണുതയുടെ അസുര വിത്തുകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ മതം നോക്കിക്കൊണ്ട് ചേരിതിരിവുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമോ ഫോബിക്കുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മീഡിയകളും അതുപോലെയുള്ള വലിയ ശ്രമങ്ങൾ, സാമൂഹികമായി വലിയ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികളും സംഘങ്ങളും യഥാർത്ഥത്തിൽ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ പഹൽഗാമിന്റെ ഈ ഒരു ഭീകരാക്രമണം നടന്നതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കണമെന്ന് കൊതിക്കുന്ന ആളുകൾ, പാകിസ്ഥാൻ നിരുത്തരവാദപരമായ സമീപനം എക്കാലത്തും പുലർത്തിപ്പോന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് രാഷ്ട്രീയ ദാരിദ്ര്യമുണ്ട്. ആ രാഷ്ട്രത്തിന് തീർത്തും പക്വതയില്ലാത്ത ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്തും ഇന്ത്യയുടെ പുറത്തും വന്നുകൊണ്ട് ഇന്ത്യയെ ദ്രോഹിക്കാൻ പലപ്പോഴും ശ്രമിച്ച വളരെയേറെ ക്ഷമിക്കപ്പെടേണ്ടതും വളരെയേറെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യേണ്ട പല സന്ദർഭങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പാകിസ്ഥാനെ വെള്ളപൂശാൻ നമുക്ക് പറ്റില്ല. പക്ഷേ 25 കോടി ജനങ്ങൾ പാകിസ്ഥാനിൽ ജീവിക്കുന്നുണ്ട്. 144 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഈ മനുഷ്യർ, ഇപ്പോൾ നമുക്കറിയാം, നദിയുടെ വെള്ളമെടുക്കുന്നിടത്തും അതുപോലെ വ്യോമപാത ഉപയോഗപ്പെടുത്തുന്നിടത്തുമൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ മേലാളന്മാരുടെയും രാഷ്ട്രീയ ശക്തികളുടെയും നിരുത്തരവാദപരമായ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത അവരുടെ ജാഗ്രത കുറവ് മൂലം രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഏത് രാജ്യത്തുണ്ടായാലും മനുഷ്യരുടെ ജീവിതത്തിനും സ്വൈര ജീവിതത്തിനുമാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടാകുക. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മിസൈല് ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ദാരിദ്ര്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതേ സ്ഥാനത്ത് പാകിസ്ഥാന്റെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാകുകയും ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയല്ല ചെയ്യേണ്ടത്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണം, പാകിസ്ഥാന്റെ രാഷ്ട്രീയം പഠിപ്പിക്കണം, അവരെ കൃത്യമായി ആശയങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി അവരെ സമ്മർദ്ദപ്പെടുത്തണം. അതിന് ഏതെല്ലാം തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളും അന്താരാഷ്ട്ര ചട്ടങ്ങളും നിയമങ്ങളുമുണ്ടോ അത് പാലിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ പ്രവർത്തനം നടത്തുന്നതിന് പകരം ഒരു യുദ്ധം നടന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ മനസ്സുകൾ തമ്മിൽ അകലുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ഒന്നായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് വലിയൊരു സൗഹാർദ്ദമുണ്ടായിട്ടുണ്ട്, വലിയൊരു മാനവികമായ ഐക്യമുണ്ടായിട്ടുണ്ട്. ഇവിടെ മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസ്ലിയാരും ജീവിച്ച ഒരു മണ്ണാണിത്. അതുപോലെ സൗഹാർദ്ദത്തിന്റെ ഒരുപാട് നല്ല നല്ല ഉദാഹരണങ്ങളും നല്ല നല്ല മാതൃകകളും നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ പൂർവ്വസൂരികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വലിയ അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ മനസ്സുകൾ അകലാൻ പാടില്ല. അതിൽ കൃത്യമായ രാഷ്ട്രീയ ജാഗ്രത നമുക്കുണ്ടാകണമെന്നും ഈ ഭീകരപ്രവർത്തനത്തിനൊന്നും യഥാർത്ഥത്തിൽ ഒരു മതത്തെയും ആക്ഷേപിക്കുന്നതിന് അർത്ഥമില്ലെന്നും ഭീകരവാദികളുടെ മതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭീകരതയും മനുഷ്യത്വ വിരുദ്ധവും ഇസ്ലാം വിരുദ്ധതയും രാജ്യവിരുദ്ധവും എന്നതിലുപരി അവർ ഏത് തരത്തിലുള്ള വിലാസം, ഏതെങ്കിലും ഒരു മതത്തിന്റെ വിലാസമുണ്ടായാലും അവരെ ആ മതം ചേർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് മതങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മതവിശ്വാസികൾ പരസ്പരം അകലും. അത് നമ്മുടെ ബഹുസ്വരത തകരാൻ കാരണമാകും. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആണിക്കല്ലിന് ഇളക്കം സംഭവിക്കും. ഇവിടെയാണ് നമുക്ക് രാഷ്ട്രീയ ജാഗ്രത വേണ്ടത് എന്നും വഖഫ് അടക്കമുള്ള സമകാലിക വിഷയത്തിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയപരമായി, ധാർമ്മികമായി, ആദർശപരമായി, ജനാധിപത്യപരമായി നേരിട്ടുകൊണ്ട് അതിന് പ്രതിവിധിയും പരിഹാരവും കണ്ടെത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളായ കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ ആദർശ സമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വസല്ലല്ലാഹു വസല്ലം
അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.